1 മിനിറ്റ് ഗൾഫ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ദുബായ് എയർ ഷോയുടെ ഭാഗമായി $38 ബില്യൺ കരാർ പ്രഖ്യാപിച്ച് എമിറേറ്റ്സ് എയർലൈൻ. ബോയിങ് 777-9 65 വിമാനങ്ങൾ വാങ്ങാനാണ് കരാർ ഒപ്പിട്ടത്. 2030 യാത്രക്കാരുടെ എണ്ണവും വിമാനങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ഇത്തിഹാദ് എയർലൈൻസ് 32 എയർബസ് വിമാനങ്ങൾ കൂടി വാങ്ങി ആകെ വിമാനങ്ങളുടെ എണ്ണം 200 വർദ്ധിപ്പിക്കും. ഇതോടെ യാത്രക്കാരുടെ എണ്ണം 37 ലക്ഷമാക്കുകയാണ് ലക്ഷ്യം. 8 വർഷത്തിന് ശേഷം സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കയിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സുരക്ഷാ കരാർ, ആയുധ കരാർ എന്നിവയ്ക്കൊപ്പം ഗസ വിഷയവും ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷ. ലോകത്തിലെ ഏറ്റവും വലിയ കാർ വിപണി നിർമ്മിക്കാനുള്ള ഒരുക്കവുമായി ദുബായ്. പദ്ധതി UAE ഉപപ്രധാനമന്ത്രിയും ദുബായ് ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉദ്ഘാടനം ചെയ്തു. പദ്ധതി പൂർത്തിയായാൽ ഒരേ സമയം 8 ലക്ഷം വാഹനങ്ങൾ വരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ബഹ്റൈനിൽ ഈ ആഴ്ച മുഴുവൻ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുമെന്നും രാജ്യത്തുടനീളം താപനില കുത്തനെ ഇടിയുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിന്റെ കമ്മ്യൂണിറ്റി അഡ്വൈസർമാരായി മലയാളി ഉൾപ്പെടെയുള്ള 2 ഇന്ത്യക്കാരെ തെരഞ്ഞെടുത്തു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം പ്രസിഡന്റ് ഷാനവാസ് ബാബ, തെലങ്കാന സ്വദേശി ശങ്കർ ഗൌഡിനെയുമാണ് കമ്മ്യൂണിറ്റി ഉപദേശകരായി ഖത്തർ തൊഴിൽ മന്ത്രാലയം തെരഞ്ഞെടുത്തത്. കൂടുതൽ വാർത്തകൾക്കായി ഗൾഫ് സുപ്രഭാതം ഫോളോ ചെയ്യും.